ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആരംഭിക്കാൻ 4 മാസം മാത്രം ബാക്കി നിൽക്കെ കഴിഞ്ഞ മത്സരങ്ങളുടെ പ്രൈസ് മണിയും ബോണസ് തുകയും ലഭിക്കാത്തതിനാൽ പ്രതിസന്ധിയിലാണ് ബോട്ട് ക്ലബ്ബുകൾ. നെഹ്റു ട്രോഫി ജലോത്സവത്തോടെ ആരംഭിക്കുന്ന CBL മത്സരങ്ങൾക്കായി 2 മാസം മുൻപ് പരിശീലനം തുടങ്ങണം. സർക്കാർ എത്രയും പെട്ടെന്ന് പ്രൈസ് മണിയും ബോണസും നൽകണം എന്നാണ് ക്ലബ്ബുകളുടെ ആവശ്യം. ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയോടെയാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് തുടക്കമാകുന്നത്. ഇത്തവണ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തീയതിയിൽ മാറ്റമുണ്ട്. ഓഗസ്റ്റ് അവസാനമായിരിക്കും നെഹ്റു ട്രോഫി നടക്കുക. അതിനൊപ്പം തന്നെ CBL മത്സരങ്ങൾക്കായി തയ്യാറെടുക്കേണ്ടതുണ്ട്. മത്സരത്തിന് 2 മാസം മുമ്പേ ക്ലബ്ബുകൾക്ക് പരിശീലനം തുടങ്ങണം. മുൻകാലങ്ങളിൽ CBL 12 മത്സരങ്ങളായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അത് 6 മത്സരമായി ചുരുങ്ങി. അതിൽ കഴിഞ്ഞ സീസണിലെ 4 കളിയുടെ ബോണസ് തുക മാത്രമാണ് ലഭിച്ചത്. നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള മത്സരങ്ങളുടെ സമ്മാനത്തുകയൊന്നും കിട്ടിയിട്ടില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ക്ലബ്ബുകൾക്കെല്ലാം കിട്ടിയിരിക്കുന്ന CBL ബോണസ് തുക 4 കളിയുടെ ബോണസ് തുക മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സമ്മാന തുകകളൊന്നും കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ചാമ്പ്യനായിട്ട് നിൽക്കുന്നത്, കാരിച്ചാൽ ചുണ്ടൻ. അതിൻ്റെ കൊല്ലത്ത് നടന്ന കളിയിൽ സമ്മാനത്തുക 25 ലക്ഷം രൂപയാണ് ചാമ്പ്യന്മാർക്കുള്ളത്. അതും ലഭിച്ചിട്ടില്ല. സമ്മാനത്തുകളൊന്നും കിട്ടിയിട്ടില്ല, നെഹ്റു ട്രോഫി ഉൾപ്പെടെ. അപ്പോൾ ക്ലബ്ബുകളെ സംബന്ധിച്ചോളം കടുത്ത സാമ്പത്തിക ഇതാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം കമ്മിറ്റിക്കാരെ സ്വർണ്ണം പണയം വെച്ചും പലിശയ്ക്കൊക്കെ എടുത്താണ് ഇപ്പോഴും നമ്മളെ ടീമിനെയും നമ്മുടെ ക്ലബിൻ്റെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പം ക്ലബ്ബുകളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെഹ്റു ട്രോഫിക്ക് മാത്രം 1.25 കോടിയിലധികം രൂപ ചെലവാണ് ഓരോ ക്ലബ്ബുകൾക്കും. 2 മാസമാണ് ക്ലബ്ബുകൾ തുഴച്ചിൽക്കാർക്ക് പരിശീലനം നൽകുക. തുഴച്ചിൽക്കാരുടെ കൂലി കൂടാതെ ഒരു ദിവസം 40,000-ഓളം രൂപയാണ് ചെലവ്. അവിടുത്തെ ഭക്ഷണ ചെലവും അവിടുത്തെ ദൈനംദിന കാര്യത്തിന് തന്നെ 40,000 രൂപ ഒരു ദിവസം ചെലവാണ്. അങ്ങനെ വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമാണ്. ഇത്തവണ ഈ കാശ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നിൽക്കുന്നത്. ഇതുവരെ അതിനെക്കുറിച്ചൊരു തീരുമാനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അത് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നെഹ്റു ട്രോഫിക്ക് മുമ്പായിട്ട് മുഴുവൻ കാശും കിട്ടും എന്ന് കരുതിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അടുപ്പിച്ചിരിക്കുന്നത്. 1ാം സ്ഥാനത്തെത്തുന്നവർക്ക് 5 ലക്ഷം രൂപയും 2ാം സ്ഥാനത്തെത്തുന്ന വള്ളത്തിന് 3 ലക്ഷം രൂപയും 3ാം സ്ഥാനക്കാർക്ക് 1 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുക. PBC പള്ളാത്തുരുത്തിയുടെ കാരിച്ചാൽ ചുണ്ടൻ, വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ, നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ എന്നിവയായിരുന്നു കഴിഞ്ഞ സീസൺ CBL മത്സരിച്ചത്. ജനം, ആലപ്പുഴ.